ഗുഡ് മോർണിംഗ് എവരിവൺ. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, വാട്ട്സ് റോങ് വിത്ത് യൂസിങ് പെഗാസസ് ഫോർ നാഷണൽ സെക്യൂരിറ്റി. സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. അതായത് പെഗാസസ് സ്പൈവെയറിന്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുഴപ്പമെന്ന് സുപ്രീം കോടതി ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർഫുൾ ജുഡീഷ്യറി റെമഡി ഫോർ വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പം സോളിഡ് വേസ്റ്റ് നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയാണ് ഇപ്പം ഏറ്റവും ലാർജസ്റ്റ് എമിറ്റർ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പം അതിന് എങ്ങനെ നമുക്ക് ജുഡീഷ്യൽ റെമഡി വഴി ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യൂസ്. മൂന്നാമത്തത്, എക്സ്പാൻഡിങ് ട്രീ കവർ ഈസ് ക്രൂഷ്യൽ. നമുക്കറിയാം 33% നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഇപ്പോഴും എന്താണ് 25% to 26% ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പം ആ ട്രീ കവർ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, ആ ഒരു എക്സ്പാൻഡിങ് ട്രീ കവർ എന്താണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് മാംഗോ പ്രൊഡക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ പോലെയല്ലേ ഇപ്പോൾ മാംഗോ കൾട്ടിവേഷൻ അല്ലെങ്കിൽ മാംഗോ ട്രീസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ എയർലി ഫ്ലവറിങ്, അതുപോലെ തന്നെ എയർലി റൈപ്പനിങ്, അതൊക്കെയാണ് മാംഗോസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം. അപ്പം ആ ഒരു ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഈ മാംഗോ പ്രൊഡക്ഷനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് മറ്റൊരു ന്യൂസ്. പിന്നെ സ്റ്റാർലിങ്ക് ഇന്ത്യ സ്ട്രഗിൾ സ്പെക്ട്രം സർവൈലൻസ് ആൻഡ് കണക്ടിവിറ്റി. സ്റ്റാർലിങ്ക് പ്രൊജക്ട് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ട്രൈ ചെയ്യണം. നമുക്കറിയാം ഇലോൺ മസ്കിന്റെ എന്താണ് ഒരു ചെയിൻ ഓഫ് സാറ്റലൈറ്റ്സ് ആണ് ഈ സ്റ്റാർലിങ്ക് പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഇന്ത്യയിലേക്ക് വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ആക്സുമായിട്ട് കംപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റാർലിങ്ക് പ്രൊജക്ട് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചിട്ടാണ് മറ്റൊരു ന്യൂസ്. പിന്നെ US പുട്സ് ഇന്ത്യ ബാക്ക് ഓൺ IPR വാച്ച് ലിസ്റ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ വാച്ച് ലിസ്റ്റിലേക്ക് US എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയെ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ്, ന്യൂ മോഡൽ ഫൈൻസ് ലോക്കസ് മേക്കിംഗ് കോംപ്ലക്സ് ഡിസിഷൻ ഡെഡ്ലി സ്വാംസ്. ലോക്കസ് സ്വാംസിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ് മറ്റൊരു ന്യൂസ്. ലോക്കസ് സ്വാംസ് കുറച്ച് വർഷങ്ങളായിട്ട് കറണ്ട് അഫയേഴ്സിലുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലോക്കസ് സ്വാംസിനെ കുറിച്ചുള്ള ന്യൂസാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ ന്യൂസിലേക്ക് നമുക്ക് നോക്കാം. വാട്ട്സ് റോങ് വിത്ത് യൂസിങ് പെഗാസസ് ഫോർ നാഷണൽ സെക്യൂരിറ്റി. സുപ്രീം കോർട്ടിന്റെ ഒരു ഓർഡറിംഗ് ആണ്. ന്യൂസ് നമ്പർ നോക്കുകയാണെങ്കിൽ, സുപ്രീം കോർട്ട് കണ്ടീഷണൽ അക്സെപ്റ്റൻസ് ഓഫ് സ്പൈവെയർ യൂസ്. സുപ്രീം കോർട്ട് ക്വസ്റ്റ്യൻ വാട്ട് റോങ് ഇഫ് പെഗാസസ് വാസ് യൂസ്ഡ് ലെജിറ്റിമേറ്റ്ലി ഫോർ നാഷണൽ സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ആന്റി നാഷണൽ എലമെന്റ്സ് ബട്ട് എംഫസൈസ് ദാറ്റ് സർവൈലൻസസ് മസ്റ്റ് നോട്ട് ബി വയലേറ്റ് റൈറ്റ് ടു പ്രൈവസി. ആക്ച്വലി ഈ ഒരു സ്പൈവെയർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് ടു പ്രൈവസി ബാധിക്കും എന്നുള്ളതാണ് എല്ലാവരുടെ ഏറ്റവും വലിയ കൺസേൺ. അപ്പം അങ്ങനെ സംഭവിക്കാതെ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് ഈ ഒരു പെഗാസസിന്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ എന്താണ് കുഴപ്പം എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഡിമാൻഡ് ഫോർ ട്രാൻസ്പെറൻസി. പെറ്റീഷണേഴ്സ് urged the release of findings from technical committee that investigated potential Pegasus surveillance on citizens, including journalists and judges. The court agreed individuals have the right to know if their devices were hacked, but without compromising national security. ഇപ്പം സുപ്രീം കോടതി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഡിവൈസ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പെഗാസസിന്റെ ഈ ഒരു സ്പൈവെയർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് കോടതി ആർഗ്യൂ ചെയ്യുന്നത്. ബാലൻസിംഗ് ആക്ട് കൊണ്ടുവരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ദ കോർട്ട് മെയിൻറ്റെയിൻഡ് ദ ബാലൻസ് സ്റ്റേറ്റിംഗ് ദാറ്റ് സ്റ്റേറ്റ് സെക്യൂരിറ്റി കൺസേൺസ് മസ്റ്റ് നോട്ട് ബി അണ്ടർമൈൻഡ് വൈൽ ഓൾസോ റെക്കഗ്നൈസിംഗ് ദ നീഡ് ഫോർ അക്കൗണ്ടബിലിറ്റി ആൻഡ് പോസിബിൾ ഡിസ്ക്ലോഷർ ഓഫ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ഡേറ്റ ലിസ്റ്റിംഗ് നെക്സ്റ്റ് ഹിയറിംഗ് ഓൺ July 30. അതായത് സുപ്രീം കോടതി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ സെക്യൂരിറ്റി കൺസേൺസിനെ നമ്മൾ കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനെ പ്രൈവസിയെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പൈവെയറിനെ നമുക്ക് കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട കീവേഡ്സ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്. ഒന്നാമത്തത്, പെഗാസസ് സ്പൈവെയർ എന്താണെന്ന് നോക്കുക. NSO ഗ്രൂപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു സ്പൈവെയർ ആണ്. ഇസ്രായേലിന്റെ NSO ഗ്രൂപ്പാണ്. അവർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സ്പൈവെയർ ആണ് ഈ പെഗാസസ് എന്ന് പറയുന്നത്. കോവേർട്ട് മൊബൈൽ മൊബൈലിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. iOS ആണെങ്കിലും ഇപ്പോൾ ആപ്പിളിന്റെ ഫോൺ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു പെഗാസസിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ആക്സസസ് മെസ്സേജസ്, കോൾസ്, ഡേറ്റ ആൻഡ് കൺട്രോൾസ് ഡിവൈസ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഒരാളുടെ പ്രൈവസിയെ ബാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസേൺ. ഇനി സർവൈലൻസ് റിസ്ക്കും അതുപോലെ തന്നെ മിസ്യൂസ് പൊട്ടൻഷ്യലും അക്കൗണ്ടബിലിറ്റി ഇഷ്യൂസും ഒക്കെ ഈ ഒരു സോഫ്റ്റ്വെയറിന് വളരെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി നോക്കുകയാണെങ്കിൽ, ഈ റൈറ്റ് ടു പ്രൈവസിയെ സുപ്രീം കോടതി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയത് പുട്ടുസ്വാമി കേസിന്റെ ബേസിസിലാണ്. പക്ഷേ ഈ ഒരു റൈറ്റ് ടു പ്രൈവസി എന്താണ്, ഇത് അബ്സല്യൂട്ട് അല്ല. റീസണബിൾ റെസ്ട്രിക്ഷൻസും എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ മേലെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഇംപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് GS2 ഇഷ്യൂസ് റിലേറ്റഡ് ടു പ്രൈവസി, സർവൈലൻസ്, സിവിൽ ലിബർട്ടീസ് ആൻഡ് റോൾ ഓഫ് ജുഡീഷ്യറി. GS3 സൈബർ സെക്യൂരിറ്റി ചലഞ്ചസ്, യൂസ് ഓഫ് ടെക്നോളജി ഇൻ ഇന്ത്യൻ
ഇന്റർണൽ സെക്യൂരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ന്യൂസിലേക്ക് നമുക്ക് പോകാം. എ പവർഫുൾ ജുഡീഷ്യറി റെമഡി ഫോർ വേസ്റ്റ് മാനേജ്മെന്റ്. ന്യൂസ് സമ്മറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ടോപ്സ് ഗ്ലോബൽ പ്ലാസ്റ്റിക് എമിഷൻസ്. ഒരു നേച്ചർ സ്റ്റഡി റീസെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് റാങ്ക്സ് ഇന്ത്യ ആസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂട്ടർ. 9.3 മില്യൺ ടൺസ് പെർ ഇയർ ആണ് നമ്മൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡേറ്റ ഗ്യാപ്സും സിസ്റ്റം ഫെയിലിയേഴ്സും ഇതിന്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. ഒഫീഷ്യൽ ഡേറ്റ സിവിയർലി അണ്ടർ എസ്റ്റിമേറ്റ് plastic waste generation due to lack of rural coverage, weak audit mechanisms, and no clear methodology. There is an urgent need for accurate geo-tagged waste data and mandatory located linkages to recovery infrastructure. ഇനി സുപ്രീം കോടതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ റീഇൻഫോഴ്സ്. ദ സുപ്രീം കോർട്ട്സ് കണ്ടിന്യൂയിങ് മാൻഡമസ് ഇൻ ദ വെല്ലൂർ ടാനറീസ് കേസ് റീഅഫേംസ് ദ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ, ഡയറക്ട്സ് ടൈം ബൗണ്ട് റെമഡിയേഷൻ ആൻഡ് സ്ട്രെസ്സസ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്സ് മസ്റ്റ് എൻഷുർ അക്കൗണ്ടബിലിറ്റി ഇൻ വേസ്റ്റ് മാനേജ്മെന്റ്. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? എൻവയോൺമെന്റൽ ലോസും സുപ്രീം കോടതി വേർഡിക്ട്സും നോക്കാം. സുപ്രീം കോടതിന്റെ റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഫ്രം ക്ലൈമറ്റ് ചേഞ്ച് ഈസ് part of fundamental rights, article 21 and 14. ഇനി MC Mehta Kamalnath 2000 കേസ് ഉണ്ട്. ഡിസ്റ്റർബിംഗ് ബേസിക് എൻവയോൺമെന്റ് ഹസാർഡ് ടു ലൈഫ് ആണ്. അതൊന്ന് ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെല്ലോർ സിറ്റിസൺസ് വെൽഫെയർ ഫോറം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1996 റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് എന്നാണ് പാർട്ട് ഓഫ് ആർട്ടിക്കിൾ 21 ആണെന്ന് പറഞ്ഞു. പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്തു? ഒന്നും കൂടെ റീഅഫേം ചെയ്തു. പ്ലാസ്റ്റിക് വേസ്റ്റ് സ്റ്റേറ്റ്സ് ആൻഡ് സോളിഡ് മാനേജ്മെന്റ് റൂൾസ് 2016 നോക്കുവാണെങ്കിൽ ഇന്ത്യ 2022 9.5 മില്യൺ ടൺസ് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? എമിറ്റ് ചെയ്തിട്ടുണ്ട്. 3.5% ആണ് ഇത് ഗ്ലോബലി നോക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ SWM റൂൾസ് 2016 നോക്കുവാണെങ്കിൽ ജനറേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് വേസ്റ്റ് പിക്കർ ഇന്റഗ്രേഷൻ. ഇനി എന്താണ് പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. എൻവയോൺമെന്റ് ടേംസ് ആണ്. പൊല്യൂട്ടർ പേസ് ഫോർ എൻവയോൺമെന്റൽ ഡാമേജ് ഫസ്റ്റ് മെൻഷൻഡ് ഇൻ ഇന്റർനാഷണൽ OECD ആണ് ആക്ച്വലി ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത് 1972. റീഅഫേംഡ് വഴി എന്താണ്? റിയോ ഡിക്ലറേഷൻ 1992 റിയോ ഡിക്ലറേഷൻ വഴി ഒന്നും കൂടെ ഈ ഒരു പ്രിൻസിപ്പിൾ റീഅഫേം ചെയ്തു. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് GS2 ജുഡീഷ്യറീസ് റോൾ ഇൻ എൻവയോൺമെന്റൽ ഗവേണൻസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടീസ്. GS3 എൻവയോൺമെന്റൽ പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, EPR, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് സുപ്രീം കോർട്ട്സ് പ്രോ ആക്റ്റീവ് അപ്രോച്ച് വഴി കണ്ടിന്യൂയിങ് മാൻഡമസ്. അടുത്ത ന്യൂസിലേക്ക് നമുക്ക് പോകാം. എക്സ്പാൻഡിംഗ് ട്രീ കവർ ഈസ് ക്രൂഷ്യൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ന്യൂസ് നമ്പർ നോക്കുവാണെങ്കിൽ ട്രീ പ്ലാന്റേഷൻ ആസ് ക്ലൈമറ്റ് സ്ട്രാറ്റജി. ഇന്ത്യസ് ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ 25% ഇപ്പോൾ 25.17%. 33% ആണ് നമ്മുടെ ടോട്ടൽ ടാർഗറ്റ് വരുന്നത്. അതിനേക്കാൾ ഒത്തിരി പുറകിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് നമുക്കിനി എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് സ്കെയിൽ അഫോറസ്റ്റേഷൻ കൊണ്ടുവരണം വയ എന്താണ് ഗ്രീൻ ഇന്ത്യ മിഷൻ, അഫോറസ്ട്രി പോളിസി, CSR എഫോർട്സ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അഫോറസ്റ്റേഷൻ നടത്താനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രേഡ് ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ വിത്ത് റൈസിംഗ് ഗ്ലോബൽ പ്രഷർ എന്താണ് യൂറോപ്യൻ യൂണിയൻസ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഫ്രം 2026 ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആർ അഡോപ്റ്റിംഗ് അഫോറസ്റ്റേഷൻ ഫോർ കാർബൺ ക്രെഡിറ്റ്സ് ആൻഡ് ഗ്ലോബൽ കോമ്പറ്റീവ്നെസ്, ഇന്റഗ്രേറ്റിംഗ് സസ്റ്റൈനബിലിറ്റി ഇൻ ടു ബിസിനസ് ഓപ്പറേഷൻസ്, നീഡ് ഫോർ റോബസ്റ്റ് കാർബൺ മാർക്കറ്റ് എന്നാണ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ലാക്സ് എ ട്രാൻസ്പെറന്റ് നാഷണൽ കാർബൺ ട്രേഡിംഗ് സിസ്റ്റം, എസ്റ്റാബ്ലിഷിംഗ് എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അണ്ടർ ആർട്ടിക്കിൾ 6 ഓഫ് ദ പാരീസ് എഗ്രിമെന്റ് ആൻഡ് എ കാർബൺ ക്രെഡിറ്റ് is vital for incentivizing private afforestation in investment. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ഗ്രീൻ ഇന്ത്യ മിഷൻ നോക്കുക. 2014 ലോഞ്ച് ചെയ്തതാണ്. എയിംസ് ടു പ്രൊട്ടക്ട്, റീസ്റ്റോർ ആൻഡ് എൻഹാൻസ് ഇന്ത്യസ് ഫോറസ്റ്റ് കവർ. അതുപോലെ തന്നെ റെസ്പോൺസ് ടു ക്ലൈമറ്റ് ചേഞ്ച് ത്രൂ അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ. അഗ്രോ ഫോറസ്ട്രി പോളിസി എന്താണെന്ന് നോക്കാം. ഇന്റഗ്രേറ്റ്സ് ട്രീസ് ആൻഡ് സ്ട്രബ്സ് ഓൺ ഫാമിലാസ്, എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. അതുപോലെ തന്നെ അപ്രൂവ്ഡ് ഇൻ ഫെബ്രുവരി 2014 ഈ അഗ്രോ ഫോറസ്ട്രി പോളിസി എന്ത് ചെയ്തിരിക്കുന്നത്? ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 6 ഓഫ് പാരീസ് എഗ്രിമെന്റ് നോക്കാം. enables international cooperation on climate change, unlocks financial support for developing countries. അതുപോലെ തന്നെ has 3 components 6.2, 6.4 and 6.8. ഈ ഒരു പാരീസ് എഗ്രിമെന്റ് തന്നെ 3 കോമ്പോണൻസ് ആണ് പറയുന്നത്. ഇനി കാർബൺ ക്രെഡിറ്റ്സ് എന്താണെന്ന് നോക്കാം. പെർമിറ്റ്സ് അലോയിങ് എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഇൻസെന്റിവൈസ് കമ്പനീസ് ടു റെഡ്യൂസ് എമിഷൻസ്. അതുപോലെ തന്നെ ക്യാൻ ബി സോൾഡ് ഓർ പർച്ചേസ്ഡ് ബൈ ബിസിനസ്സസ് ആൻഡ് ഗവൺമെന്റ്സ്. ഇനി കാർബൺ സെക്വസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ക്യാപ്ചേഴ്സ് ആൻഡ് സ്റ്റോർസ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്, reduces carbon dioxide to mitigate climate change and can be biological or geological. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യൂറോപ്യൻ യൂണിയൻ CBAM, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നാണ് ഈ CBAMന്റെ ഫുൾ ഫോം വരുന്നത്. ഡിസൈൻഡ് ടു കൗണ്ടർ കാർബൺ ലീക്കേജ്, അഫക്ട്സ് ഇമ്പോർട്ട്സ് ഓഫ് കാർബൺ ഇന്റൻസീവ് ഗുഡ്സ്. കാർബൺ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സിനെ ഇവരെന്ത് ചെയ്യും? അതിന്റെ ഒരു ഇമ്പോർട്ടിനെ അവർ തടയും. ഈ മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് GS പേപ്പർ 3 എൻവയോൺമെന്റിൽ റോൾ ഓഫ് അഫോറസ്റ്റേഷൻ ഇൻ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, കാർബൺ ട്രേഡിംഗ് മെക്കാനിസംസ്. അതുപോലെ തന്നെ എക്കോണമിയിൽ സസ്റ്റൈനബിലിറ്റി ഇൻ ഇൻഡസ്ട്രി, ഇമ്പാക്ട് ഓഫ് ഇന്റർനാഷണൽ കാർബൺ താരിഫ്സ് ഓൺ ഇന്ത്യൻ എക്സ്പോർട്ട്. ഇനി GS2 ഗവേണൻസിൽ പോളിസി റെക്കമെൻഡേഷൻസ് ഫോർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ എൻവയോൺമെന്റൽ ഗവേണൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അടുത്തൊരു ന്യൂസിലേക്ക് നമുക്ക് പോകാം. എമൗണ്ട് മാൾട്ട ഗോട്ട് ഫ്രം ഇറ്റ്സ് ഗോൾഡൻ പാസ്പോർട്ട് പ്രോഗ്രാം. ന്യൂസ് നമ്പർ നോക്കുകയാണെങ്കിൽ മാൾട്ട യൂസ് ടു ഓഫർ എ വേ ഫോർ വെരി റിച്ച് പീപ്പിൾ ടു ബിക്കം യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺസ് ക്വിക്ലി ബൈ ഇൻവെസ്റ്റിംഗ് എ ലോട്ട് ഓഫ് മണി ഇൻ ദ കൺട്രി. However, the European Union's top court has now said that
ദിസ് ഈസ് അഗേൻസ്റ്റ് യൂറോപ്യൻ യൂണിയൻ ലോ ആൻഡ് മാൾട്ട ഹാസ് ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. അതായത് മാൾട്ടയിൽ ഒരു ഗോൾഡൻ പാസ്പോർട്ട് റൂൾ ഉണ്ട്. അവിടെ നിങ്ങൾ 6 ലക്ഷം യൂറോയ്ക്ക് മേലെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഡൊണേഷൻസ് ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാൾട്ടയുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അതെന്താണ്? ഒരു ഗോൾഡൻ പാസ്പോർട്ട് സെറ്റപ്പ് ആണ് മാൾട്ടയിലുള്ളത്. അതിനെയാണ് ഈ ഒരു ഗോൾഡൻ പാസ്പോർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. മാൾട്ട എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഗോൾഡൻ പാസ്പോർട്ട് പ്രോഗ്രാം 2015 മുതൽ ഇങ്ങോട്ടേക്ക് 2025 വരെ 1.4 ബില്യൺ യൂറോസ് ഈ ഒരൊറ്റ പ്രോഗ്രാമിലൂടെ തന്നെ മാൾട്ട എന്ത് ചെയ്തിട്ടുണ്ട്? ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് ഇപ്പം യൂറോപ്യൻ യൂണിയന്റെ ടോപ്പ് കോർട്ട് എന്ത് ചെയ്തു? അതിനെ തടഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ റൂളിംഗ് ഏപ്രിൽ 20 എന്ത് ചെയ്തു? ഇത് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞു. കൊമേഴ്സ്യലൈസേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺഷിപ്പ് എന്നാണ് യൂറോപ്യൻ യൂണിയനിലൂടെ വയലേഷൻ ആണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രോഗ്രാം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വെൽത്തി ഫോറിനേഴ്സിന് എന്ത് ചെയ്യും? 600K പ്ലസ് എന്ത് ചെയ്യുക? പ്രോപ്പർട്ടിയോ ഡൊണേഷൻ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഈ ഒരു മാൾട്ടയുടെ പാസ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ കോൺട്രവേഴ്സി എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി റിസ്കുകളുണ്ട്, മണി ലോണ്ടറിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ ഡീവാലുവിങ് യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺഷിപ്പ്. മാൾട്ടയുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽ കംപ്ലൈ പാസ്റ്റ് റെസിപ്പിയൻസ് ആൻഡ് അഫക്റ്റഡ് പ്രോഗ്രാം ജനറേറ്റഡ് റവന്യൂ. അതുപോലെ തന്നെ കീ പോയിന്റ് നോക്കുകയാണെങ്കിൽ സിറ്റിസൺഷിപ്പ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് നോ. അതുപോലെ തന്നെ അതർ യൂറോപ്യൻ യൂണിയൻ പ്രോഗ്രാംസ് ഫേസ് സ്ക്രൂട്ടിനി, സൈപ്രസ്, ബൾഗേറിയ ഓൾറെഡി ഇതിനു മുമ്പ് സൈപ്രസും ബൾഗേറിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അവരെയും യൂറോപ്യൻ യൂണിയന്റെ കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? അവരെയും ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ന്യൂസ് എന്താണ്? ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് മാംഗോ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് മാംഗോ yields, റൈസിംഗ് ടെമ്പറേച്ചേഴ്സ് വിത്ത് 2024 being the hottest year on record, causing concerns like early flowering, അതുപോലെ തന്നെ ഫ്രൂട്ട് ഡ്രോപ്പ് ആൻഡ് poor mango quality. But empirical data shows India's mango productivity remains stable or improving. ഇനി റെസിലിയൻസ് ത്രൂ ജനറ്റിക് ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ despite climatic stresses, the genetic diversity in Indian mango varieties enhances their adaptability, offering hope for sustained productivity and resilience against climate change. Climate change നെ കോമ്പാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള മാംഗോ വെറൈറ്റീസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സോ അത് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തിട്ടില്ല? അഫക്ട് ചെയ്തിട്ടില്ലെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇനി കോൺട്രാസ്റ്റിംഗ് ഡേറ്റ ആൻഡ് അനക്ഡോട്ട്സ് നോക്കുകയാണെങ്കിൽ while anecdotal evidence points to declining mango quality and timing disruptions, official data show increased cultivation area and production, highlighting a complex relationship between climate impact and agricultural output. അതായത് നോർമലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒഫീഷ്യൽ ഡേറ്റ അനുസരിച്ച് എന്ത് പറയുന്നില്ല? ഈ ഒരു ഡിസ്റപ്ഷനെ കുറിച്ചിട്ട് ഒഫീഷ്യൽ ഡേറ്റ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ആയിട്ടാണ് പറയുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത് IMD ക്ലൈമറ്റ് സർവേ 2024 നോക്കാം. ഇന്ത്യസ് വാമസ്റ്റ് ഇയർ സിൻസ് 1901 എന്താണ്? 2024 ആയിട്ടാണ് പറയുന്നത്. മീൻ ടെമ്പറേച്ചർ പ്ലസ് 0.65 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. മിനിമം ടെമ്പറേച്ചർ സോ ഹയർ റൈസ്. അതുപോലെ തന്നെ പോസ്റ്റ് മൺസൂൺ വിന്റർ വാർമിംഗ് ട്രെൻഡ്സ്. അതുപോലെ തന്നെ ഇനി വാം വിന്റേഴ്സ് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. ഇനി ആനുവൽ റെയിൻഫോൾ 104% ഓഫ് ലോങ് പീരിയഡ് ആവറേജ്, മൺസൂൺ റെയിൻഫോൾ 108%, 4 സൈക്ലോണിക് സ്റ്റോംസ് ഇൻ നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ. ഇതൊക്കെയാണ് നിലവിലെ കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ മാംഗോ പ്രൊഡക്ടിവിറ്റിയുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്താണ്? ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഗ്ലോബലി ആണ്. 26.3 മില്യൺ ടൺസ് ഇൻ 2022. ലോ എക്സ്പോർട്ട് പെർസെൻറ്റേജ് ആണ്. എക്സ്പോർട്ട് കുറവാണ്, ഇമ്പോർട്ട് നമ്മുടെ ഇവിടുത്തെ യൂസിൽ തന്നെയാണ് ആക്ച്വലി നമ്മൾ മാംഗോ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ചൈന നോക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് പ്രൊഡ്യൂസർ ആണ്. അറൌണ്ട് 3.8 മില്യൺ ടൺസ് ഇൻ 2022, ബോത്ത് ഡൊമസ്റ്റിക് കൺസംഷൻ ആൻഡ് എക്സ്പോർട്ട്. ചൈനയിൽ നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഡൊമസ്റ്റിക് കൺസംഷനും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ടും ഉണ്ട്. തായ്ലൻഡ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ. അറൌണ്ട് 1.4 മില്യൺ ടൺസ് ഇൻ 2022, പ്രോസസസ് ആൻഡ് എക്സ്പോർട്സ്, ഫ്രഷ്, ഫ്രോസൺ ആൻഡ് ക്യാൻഡ്. അത് ഫ്രഷ് മാംഗോസ് ആണെങ്കിലും ഫ്രോസൺ മാംഗോസ് ആണെങ്കിലും ക്യാൻഡ് മാംഗോസ് ആണെങ്കിലും ഡ്രൈഡ് മാംഗോസും ഒക്കെ അതിൻ്റെയൊക്കെ എക്സ്പോർട്ടർ എന്താണ്? തായ്ലൻഡ് വളരെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു നേഷനാണ്. ജനറ്റിക് ഡൈവേഴ്സിറ്റിയും ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്താണ്? വേരിയേഷൻ ഇൻ ജീൻസ് വിത്തിൻ എ സ്പീഷീസ് ക്രൂഷ്യൽ ഫോർ അഡാപ്റ്റിംഗ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ്സ്. എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോ സ്പീഷീസിന്റെയും ഉള്ളിലെ ജീൻസ് ഒക്കെ എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ആണ്. സ്പീഷീസ് സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ് അണ്ടർ ന്യൂ ക്ലൈമറ്റ് കണ്ടീഷൻസ് ഡ്യൂ ടു എക്സിസ്റ്റിംഗ് ജനറ്റിക് വേരിയേഷൻ. ജനറ്റിക് വേരിയേഷൻ ഉണ്ടായി അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒരു പുതിയ ക്ലൈമറ്റിലേക്ക് പോകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നതിനനുസരിച്ച് ആ സ്പീഷീസ് എന്ത് ചെയ്യും? ആ ഒരു ക്ലൈമറ്റിനോട് അഡാപ്റ്റ് ആകും. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ലോ ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ റെഡ്യൂസ്ഡ് അഡാപ്റ്റേഷൻ പൊട്ടൻഷ്യൽ ആണ്, ഹയർ എക്സ്റ്റൻഷൻ റിസ്ക്കും. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ജീൻ ഫ്ലോ ആൻഡ് ഡൈവേഴ്സിറ്റി ഈസ് കീ ഫോർ കൺസർവേഷൻ. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ ന്യൂസിൽ നിന്നും GS പേപ്പർ 3 എൻവയോൺമെന്റിലെ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചറിൽ നമുക്ക് നോക്കാനുള്ളത് റോൾ ഓഫ്
crop resilience and genetic diversity, disaster management, impact of heat waves and erratic weather on food systems. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി സ്റ്റാർലിങ്സ് ഇന്ത്യ സ്ട്രഗിൾ സ്പെക്ട്രം സർവൈലൻസ് ആൻഡ് കണക്ടിവിറ്റി ന്യൂസ് നമ്പർ നോക്കുകയാണെങ്കിൽ സ്റ്റാർലിങ്സ് റെഗുലേറ്ററി റോഡ് ബ്ലോക്സ് ആണ്. സ്റ്റാർലിങ്ക് മസ്റ്റ് കംപ്ലൈ വിത്ത് എ കോംപ്ലക്സ് ഫ്രെയിംവർക്ക് ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ലോസ് ലൈക്ക് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട്, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ട്, അതുപോലെ തന്നെ IT ആക്ട്, ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, അലോങ് വിത്ത് കോർഡിനേഷൻ വിത്ത് ട്രൈ, ഇൻസ്പേസ് ആൻഡ് സെക്യൂരിറ്റി ഏജൻസീസ്. ഇതിനോടൊക്കെ കംപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റാർലിങ്സ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നാഷണൽ സെക്യൂരിറ്റി സോവറിറ്റി കൺസേൺസ് നോക്കുകയാണെങ്കിൽ ഡിലേസ് ആർ കോമ്പൗണ്ടഡ് ബൈ സെക്യൂരിറ്റി ക്ലിയറൻസസ് ഡ്യൂ ടു ഡേറ്റ മിസ്യൂസ്, ഫിയേഴ്സ് ആൻഡ് ഫോറിൻ ഓണർഷിപ്പ് കൺസേൺസ്. റെഗുലേറ്ററി ബോഡീസ് ഡിമാൻഡ് സ്ട്രിക്ട് കംപ്ലയൻസ് ഓൺ എൻക്രിപ്ഷൻ, ലോഫുൾ ഇന്റർസെപ്ഷൻ ആൻഡ് യൂസർ വെരിഫിക്കേഷൻ ടു സേഫ് ഗാർഡ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇനി ബ്രിഡ്ജിംഗ് ദ ഡിജിറ്റൽ ഡിവൈഡ്, ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരുവാണെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഡെസ്പൈറ്റ് ചലഞ്ചസ്, സ്റ്റാർലിങ്ക് ഓഫേഴ്സ് ട്രാൻസ്ഫോർമേറ്റീവ് പൊട്ടൻഷ്യൽ ഫോർ റൂറൽ ഇന്ത്യ ബൈ ഡെലിവറിംഗ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വെയർ കൺവെൻഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെയിൽസ്, ഹൈലൈറ്റിംഗ് ദ ടെൻഷൻ ബിറ്റ്വീൻ ഇന്നോവേഷൻ ആൻഡ് സോവറൈനിറ്റി ഇൻ ഇന്ത്യസ് ഡിജിറ്റൽ എക്സ്പാൻഷൻ. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ആക്ടുകൾ ഒന്ന് രണ്ടെണ്ണം നമ്മൾ നോക്കണം. ഏതൊക്കെയാണ്? ഇന്ത്യ ടെലിഗ്രാഫ് ആക്ട് 1885, ഓൾഡ് ടെലികോം ഫ്രെയിംവർക്ക് ആണ്, ഗവൺമെന്റ് ആണ് ഇത് പവർ ഉള്ളത് എന്തിനാണ് ലൈസൻസിങ്ങിനൊക്കെ. അതുപോലെ തന്നെ ഇത് റീസെന്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. IT ആക്ട് 2000 സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കൊമേഴ്സ്, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എവിടെയാണ്? IT ആക്ടിലാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്? ഡേറ്റ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഇന്റർമീഡിയറി റൂളിംഗ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു IT ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്താണ് DPDP ആക്ട് 2023 കൊണ്ടുവന്നതാണ്. പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. പേഴ്സണൽ ഡേറ്റ പ്രോസസ്സിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. കൺസെന്റ് ഫോക്കസ്ഡ് ആണ്. അതിൽ ഡേറ്റ റൈറ്റ്സിനെ കുറിച്ചും ബിഗ് എൻറ്റിറ്റി ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടൊക്കെ DPDP ആക്ടിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മറ്റ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ച് നോക്കാം. ഒന്ന് ട്രായ് ആണ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ടെലികോം റെഗുലേറ്റർ ആണ്. താരിഫ്സും ഫെയർ പ്ലേയും കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഈ ഒരു ടെലികോം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എൻഷുർ ചെയ്യുന്ന ആരാണ്? ട്രായ് ആണ്. മറ്റൊന്നാണ് ഇൻസ്പേസ്, സ്പേസ് ആക്ടിവിറ്റി ഓതറൈസേഷൻ ആണ്, ഒരു പ്രൈവറ്റ് വിങ് ആണ്. പ്രൈവറ്റ് സെക്ടർ പ്രൊമോഷൻ അണ്ടർ DOS ആണ്. ഇനി സ്പെക്ട്രം യൂസേജ് നമുക്ക് നോക്കാം. സ്പെക്ട്രം ബാൻഡ്സ് നമ്മൾ പറയാറുണ്ട്. KU ബാൻഡ് 112 to 18 GHz നമ്മൾ KU ബാൻഡ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. VSAT, DTH ഇതൊക്കെ എന്താണ്? ഈ ഒരു KU ബാൻഡ് 12 to 18 GHz ആണ് യൂസ് ചെയ്യുന്നത്. ലെസ് റെയിൻ ഇമ്പാക്ട് ആണ്. റെയിൻ അധികം ഇതിനെ എന്ത് ചെയ്യത്തില്ല, അഫക്ട് ചെയ്യത്തില്ല. ഇനി KA ബാൻഡ് ആണ്. KA ബാൻഡ് 26.5 to 40 GHz, ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്, ഫാസ്റ്റ് ഡേറ്റ കണക്ഷൻ ആണ്, മോർ റെയിൻ സെൻസിറ്റീവ് ആണ്. മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കണക്ഷൻസ് തടസ്സപ്പെടും. സ്ട്രോങ്ങർ എക്യുപ്മെന്റ് എന്ത് ചെയ്യണം? ഇതിന് വേണം. സ്ട്രോങ്ങർ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ GS2 ഗവേണൻസ് ആൻഡ് പൊളിറ്റി, റെഗുലേറ്ററി ചലഞ്ചസ്, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ, റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രായ്, DO, TMH അതിൻ്റെയൊക്കെ റോൾസ് എന്താണെന്നുള്ളത്. ഇനി GS3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ബ്രിഡ്ജിംഗ് ഡിജിറ്റൽ ഡിവൈഡ്, സൈബർ സെക്യൂരിറ്റി കൺസേൺസ്. എത്തിക്സ് ആൻഡ് SI ബാലൻസിങ് ഇന്നോവേഷൻ വിത്ത് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവറൈനിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്തത് US പുട്സ് ഇന്ത്യ ബാക്ക് ഓൺ IPR വാച്ച് ലിസ്റ്റ്. എന്തുകൊണ്ടാണ് വീണ്ടും US എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയെ IPR വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ന്യൂസ് നമ്പർ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഓൺ US പ്രയോറിറ്റി വാച്ച് ലിസ്റ്റ് അഗെയിൻ. USTR's 2025 സ്പെഷ്യൽ 301 റിപ്പോർട്ട്. ഈ സ്പെഷ്യൽ 301 റിപ്പോർട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ വയലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് US ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യ ഫോർ വീക്ക് എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇൻകൺസിസ്റ്റന്റ് പ്രോഗ്രസ് ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ. അതുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്തേക്കുന്നത്? ഇവരിപ്പം വീണ്ടും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി റിഗാർഡിംഗ് പേറ്റന്റ് ലോസ് ആൻഡ് ട്രേഡ് സീക്രട്സ്. കീ കൺസേൺസ് നോക്കുകയാണെങ്കിൽ ഇഷ്യൂസ് ഇൻക്ലൂഡ് വേഗ് പേറ്റന്റ് ഇന്റർപ്രിട്ടേഷൻസ്, പൈറസി, അതായത് വീഡിയോ ഗെയിംസിന്റെ കാര്യത്തിലും കേബിൾ സിഗ്നൽസിന്റെ കാര്യത്തിലും ബുക്സിന്റെ കാര്യത്തിലൊക്കെ കുറെ പൈറസി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഹൈ താരിഫ്സ് ഓൺ IP ഇന്റൻസീവ് ഗുഡ്സ് ലൈക്ക് ICT പ്രൊഡക്ട്സ്, മെഡിക്കൽ ഡിവൈസസ് ആൻഡ് സോളാർ എക്യുപ്മെന്റ്സ്. ഗ്ലോബൽ ആൻഡ് ഡിപ്ലോമാറ്റിക് ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ബീങ് ഓൺ ദിസ് ലിസ്റ്റ് മേ അഫക്ട് US India ട്രേഡ് നെഗോസിയേഷൻസ് ആൻഡ് ഹൈലൈറ്റ്സ് വൈഡർ ടെൻഷൻസ് ഓവർ താരിഫ്സ്, നോൺ താരിഫ് ബാരിയേഴ്സ് ആൻഡ് കോംപ്ലയൻസ് വിത്ത് ഗ്ലോബൽ IP സ്റ്റാൻഡേർഡ്സ്. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിൽ നിന്ന് നോക്കാനുള്ള എന്തൊക്കെയാണ്? ട്രിപ്സ് അഗ്രിമെന്റും അതുപോലെ തന്നെ WTO റിലേറ്റഡ് IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഫ്രെയിംവർക്സും ആണ്. ട്രിപ്സ് എന്താണ്? ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സ്റ്റാൻഡേർഡ്സ് ആണ്. WTO റൂൾസ് ആണ്. മിനിമം IP സ്റ്റാൻഡേർഡ്സ്, പേറ്റൻസ്, അതുപോലെ തന്നെ കോപ്പിറൈറ്റ്സ് അതൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യുന്ന ട്രിപ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിന്റെ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് ട്രേഡ് ഇഷ്യൂസ്, ബൂസ്റ്റ് ഇന്നോവേഷൻ, അതുപോലെ തന്നെ ബാലൻസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിപ്സ് അഗ്രിമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി WTO കൗൺസിൽ ഫോർ ട്രിപ്സ് ഉണ്ട്. ഇറ്റ് മോണിറ്റേഴ്സ് ആൻഡ് അഡ്രസ്സസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇനി ഇന്ത്യസ് പേറ്റന്റ് ആക്ട് ഉണ്ട്, 1970 കൊണ്ടുവന്നതാണ്. കീ ഇന്ത്യൻ പേറ്റന്റ് ലോ അമെൻഡഡ് ഫോർ ട്രിപ്സ്. ട്രിപ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പേറ്റന്റ് ലോ അമെൻഡ് ചെയ്തിരിക്കുന്നത്. പേറ്റന്റ് നീഡ്സ് നോക്കുകയാണെങ്കിൽ നോവൽറ്റി,
ഇൻവെന്റീവ് സ്റ്റെപ്പ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസ്. സെക്ഷൻ 3D ഉണ്ട് ഈ പേറ്റന്റ് ആക്ടിൽ. അത് പറയുന്നത് നോ പേറ്റന്റ്സ് ഫോർ മൈനർ ഫാർമ ട്വീക്സ് വിത്തൗട്ട് ബിഗ് ഇംപ്രൂവ്മെന്റ് എന്നാണ് ഈ ഒരു സെക്ഷൻ 3D പറയുന്നത്. ഇനി ഈ ഒരു പേറ്റന്റ് ആക്ട് ആണ് ഇറ്റ് ബാലൻസസ് ഇന്നോവേഷൻ, പബ്ലിക് ആക്സസ് ആൻഡ് ഇൻക്ലൂഡ്സ് കമ്പൾസറി ലൈസൻസിങ്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ GS2 IR ആൻഡ് ഗവേണൻസിൽ ഇമ്പാക്ട് ഓൺ ഇന്ത്യ US ട്രേഡ് റിലേഷൻസ് ഓൺ ഗ്ലോബൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡിപ്ലോമസി, അതുപോലെ GS3 എക്കോണമിയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ ചലഞ്ചസ് ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എൻഫോഴ്സ്മെന്റ്, ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇന്നോവേഷൻ, അതുപോലെ തന്നെ എത്തിക്സ് അല്ലെങ്കിൽ SIയിൽ ബാലൻസിങ് ഡൊമസ്റ്റിക് ഡെവലപ്മെന്റ് ഗോൾസ് വിത്ത് ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് ഓൺ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു ന്യൂസിലേക്ക് നമുക്ക് പോവാം. ന്യൂ മോഡൽ ഫൈൻസ് ലോക്കസ് മേക്കിംഗ് കോംപ്ലക്സ് ഡിസിഷൻസ് ഇൻ ഡെഡ്ലി സ്വാംസ്. ലോക്കസ് സ്വാംസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. ന്യൂസ് നമ്പർ നോക്കുവാണെങ്കിൽ ന്യൂ മോഡൽ ഓഫ് ലോക്കസ് സ്വാമിംഗ്, റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് ലോക്കസ് സ്വാംസ് ആർ ഡ്രിവൺ ബൈ കോഗ്നിറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ വിഷ്വൽ ക്യൂസ്, not random alignment, marking a shift from previous physics based model. Scientific breakthrough എന്താണെന്ന് നോക്കുവാണെങ്കിൽ using virtual reality and neural models, scientists proved vision, not smell or touch governs swarm behavior, making swarms an emergent phenomenon with no central control. ഇനി ക്ലൈമറ്റ് ചേഞ്ച് ലിങ്ക് നോക്കുവാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് വേഴ്സൺഡ് ലോക്കസ് ഔട്ട്ബ്രേക്സ് ബൈ ക്രിയേറ്റിംഗ് ഐഡിയൽ ബ്രീഡിംഗ് കണ്ടീഷൻസ് ത്രൂ ഇൻക്രീസ്ഡ് റെയിൻഫോൾ ആൻഡ് സൈക്ലോൺസ്, റൈസിംഗ് ദ അർജൻസി ഓഫ് പ്രിഡിക്റ്റീവ് മോഡൽസ്. അതായത് ലോക്കസ് സ്വാംസ് വളരെയധികം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ തടയണം, ഇല്ലെങ്കിൽ പലതരത്തിലുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് നമ്മൾ പിന്നീട് നേരിടേണ്ടി വരും. അപ്പം പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഡെസേർട്ട് ലോക്കസ് നമ്മൾ നോക്കണം. മിറ്റിഗേറ്ററി പെസ്റ്റ് ആണ്. ഗ്രിഗേറിയസ് ഫേസ് ഫ്രം മാസീവ് സ്വാംസ്. അതുപോലെ തന്നെ വൊറേഷ്യസ് ഈറ്റേഴ്സ് ആണ്. ത്രെറ്റ് ടു അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി എക്സെട്ര. അതുപോലെ തന്നെ കൺട്രോളിങ് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മോണിറ്ററിങ്ങിലൂടെയും അതുപോലെ തന്നെ ഏർലി ഇന്റർവെൻഷനിലൂടെയും, അതായത് സ്പ്രേയിങ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു ലോക്കസ് സ്വാമിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി എമർജന്റ് ഫിനോമിന, ബിഹേവിയറൽ എക്കോളജി ഒക്കെ നോക്കുകയാണെങ്കിൽ എമർജന്റ് ഫിനോമിനയിൽ എന്താണ്, ലാർജ് സ്കെയിൽ പാറ്റേൺസ് ഫ്രം ലോക്കൽ ഇന്ററാക്ഷൻസ്, ലോക്കൽ സ്വാമിങ്ങിനെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ബിഹേവിയറൽ എക്കോളജി നോക്കുകയാണെങ്കിൽ സ്റ്റഡീസ് ആനിമൽ ബിഹേവിയർ ഇൻ എവല്യൂഷണറി കണ്ടെക്സ്റ്റ്, ഹൗ ബിഹേവിയർ ഹെൽപ്പ് സർവൈവൽ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എക്സെട്ര. അതൊക്കെയാണ് ഈ ഒരു ബിഹേവിയറൽ എക്കോളജിയിൽ പറയുന്നത്. ലോക്കസ് സ്വാമിംഗ് നോക്കുകയാണെങ്കിൽ ട്രിഗേർഡ് ബൈ ക്രൗഡിംഗ് ലീഡ്സ് ടു ഫേസ് ചേഞ്ച്, അതായത് സോളിറ്ററി ടു ഗ്രിഗേറിയസ്, സോളിറ്ററി നേച്ചറിൽ നിന്നും ഗ്രിഗേറിയസ് നേച്ചറിലേക്ക് മാറുന്നു. അതിൽ നിന്നും എന്തിലേക്ക് പോകുന്നു, ലോക്കസ്റ്റ് സ്വാംസിലേക്ക് പോകുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രധാന ഇഷ്യൂ ആയിട്ട് നമ്മൾ പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് ഇമ്പാക്ട് ഓൺ പെസ്റ്റ് ഔട്ട് ബ്രേക്സിന് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. വാമർ ടെമ്പറേച്ചേഴ്സ് വന്നപ്പോഴത്തേക്ക് ഫാസ്റ്റർ ഇൻസെക്ട് ഡെവലപ്മെന്റ് ഉണ്ടായി, മോർ ജനറേഷൻസും ഉണ്ടായി. ഇനി ആൾട്ടേർഡ് റെയിൻഫോൾ നോക്കുകയാണെങ്കിൽ റെയിൻഫോൾ കൂടുതൽ ടെമ്പറേച്ചർ കൂടുതൽ, അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലോക്കസ്റ്റ് സ്വാംസ് ഇൻക്രീസ് ആയി. റെയിൻഫോൾ ക്യാൻ ക്രിയേറ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ട്സ്, അതായത് ഈ റെയിൻഫോൾ കൂടുമ്പോഴത്തേക്കും അത് ഈ ഒരു ലോക്കസ്റ്റിന്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആയിട്ട് മാറുകയാണ്. ഓർ സ്ട്രെസ് ക്രോപ്സ്, വൾണറബിലിറ്റിയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എക്സ്ട്രീം ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ഡിസ്റപ്റ്റ് നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ, ഫേവർ ഔട്ട് ബ്രേക്സ്. നാച്ചുറൽ ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സിനൊക്കെ എന്ത് ചെയ്യും, ഈ ഹ്യൂജ് റെയിൻഫോൾ ഇന്ററപ്റ്റ് ചെയ്യും. അങ്ങനെ അത് എന്ത് ചെയ്യും, ഔട്ട് ബ്രേക്സിനെ ഒന്നും കൂടി ഫേവർ ചെയ്യും. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ GS2 എൻവയോൺമെന്റിൽ ഇമ്പാക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് അഗ്രികൾച്ചർ. സയൻസ് ആൻഡ് ടെക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂസ് ഓഫ് വിർച്വൽ റിയാലിറ്റി, അതുപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇൻ എക്കോളജിക്കൽ റിസർച്ച്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് മിറ്റിഗേഷൻ ത്രൂ സയൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.